നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നോക്കട്ടെ. എനിക്ക് ജുമാന ഒരു വേറെ മിനിറ്റ്. ഏതെങ്കിലും സിസ്റ്റത്തിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് കയറിയതാ. ഓക്കെ. ഒരു മിനിറ്റ്. അത് മ്യൂട്ട് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് കിട്ടാൻ മതി. ഫസ്റ്റ് ഇയർ 1000 ഡിസ്കൗണ്ട് കിട്ടാൻ മതി ടോട്ടൽ. അതെ ടോട്ടൽ 1000 ഡിസ്കൗണ്ട് കിട്ടാൻ മതി. മ്യൂട്ട് ചെയ്യണോ? ആയിക്കോട്ടെ. ജുമാന ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി കിട്ടിയില്ലേ? 5. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ ഇക്വേഷൻ? 3 + 5 ആണോ? നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോൾസിന്റെ അവഗാഡ്രോ നമ്പർ അല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മറന്നുപോയാ? ഇല്ല. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് വന്നു? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ആറ്റംസ്. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ വരും നമ്പർ ഓഫ് ആറ്റംസ്? ഒരു H2O മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? H2O എത്ര ആറ്റം ഉണ്ട്? 3 ആണോ? 3. സോ ടോട്ടൽ എത്ര ആറ്റം ഉണ്ടാവും അവിടെ? ഇവിടെ ഇപ്പൊ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇല്ലേ? അപ്പൊ എത്ര ആറ്റം വരും? 3 × 5 × അവഗാഡ്രോ നമ്പർ. 3 ഇൻറ്റു 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതായത് 15 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആറ്റംസ്. ഓക്കെ. ക്ലിയർ ആയോ? ഇനി തേർഡ് വൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അത് ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മളൊരു ഹൈഡ്രജൻ ആറ്റം എടുക്കുവാണെങ്കിൽ അതിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഒരു ഓക്സിജൻ ആറ്റം എടുത്താൽ അതിൽ മൊത്തം 8 ഇലക്ട്രോൺസ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, H2 ആണ്. അപ്പൊ ടോട്ടൽ H2Oയിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് 2 ഹൈഡ്രജൻ പ്ലസ് ഒരു 8 ഇലക്ട്രോണിന്റെ ഓക്സിജൻ, അതായത് ടോട്ടൽ എത്ര വന്നു? 8 + 2 10. 2 എങ്ങനെ? ഓക്കെ. മനസ്സിലായോ? H2O അല്ലേ? മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ H2Oയിൽ മൊത്തം 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 10. 10 ആണോ? മോളിക്യൂൾസ് 5 × അവഗാഡ്രോ 5 നമ്പർ. ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പറിൽ എത്രയായിരിക്കും? 5 ഇൻറ്റു 10 ഇൻറ്റു അവഗാഡ്രോ, 15 × അവഗാഡ്രോ നമ്പർ. 50 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, ഞാൻ ഇതിന്റെ നോട്ട്സ് ഇന്ന് അയച്ചു തന്നേക്കാം. ആ നോട്ട്സിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യനിൽ സിയുടെ ആൻസർ ഞാൻ ആറ്റംസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആറ്റംസ് അല്ല, ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് എനിക്ക് തിരുത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. തിരുത്താൻ പറ്റുകയാണെങ്കിൽ ഞാൻ തിരുത്തിയിട്ട് അയച്ചു തരാം, അല്ലെങ്കിൽ അത് ഇലക്ട്രോൺസ് എന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 15 × അവഗാഡ്രോ നമ്പർ ഇൻറ്റു 10 അല്ലേ? 15 ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ല, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഫസ്റ്റ് വൺ നമ്മൾ ഈ കണ്ടുപിടിച്ചത് ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 10 ഇൻറ്റു 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അവഗാഡ്രോ നമ്പർ. ഓക്കെ.
ക്ലിയർ ആണോ? ആ ഓക്കെ, അപ്പം ഞാൻ നോട്ട്സ് അയച്ചു തന്നേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ. ബൈ. താങ്ക് യു.